കാരക്കോണം CSI മെഡിക്കൽ കോളേജിൽ MBBS സീറ്റിനായി തലവരി പണം വാങ്ങി തട്ടിപ്പ് നടത്തിയ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി ചോദ്യം ചെയ്യുന്ന ഹർജി ഹൈക്കോടതി തള്ളി. ബിഷപ്പ് ധർമ്മരാജ് റസാലം നൽകിയ ഹർജിയാണ് തള്ളിയത്. ഷബ്ന സിയാദ് ചേരുന്നു. ഷബ്ന, ഹർജി തള്ളിയ പശ്ചാത്തലം അതെങ്ങനെയായിരുന്നു? വിശദാംശങ്ങൾ. തിരുവനന്തപുരം കാരക്കോണം CSI മെഡിക്കൽ കോളേജിൽ MBBS സീറ്റിനായി 28 രക്ഷിതാക്കളിൽ നിന്ന് 7 കോടി രൂപ തലവരിപ്പണം വാങ്ങി തട്ടിപ്പ് നടത്തി എന്നതായിരുന്നു കേസ്. ഈ കേസിൽ ED അന്വേഷണം ആരംഭിച്ചിരുന്നു. EDയുടെ അന്വേഷണം ചോദ്യം ചെയ്താണ് ബിഷപ്പ് ധർമ്മരാജ് റസാലം ഹൈക്കോടതിയെ സമീപിച്ചത്. ജസ്റ്റിസ് VG അരുണാണ് ഇപ്പോൾ ഈ ഹർജി തള്ളി ഉത്തരവായത്. PMLA കോടതിയുടെ ഉത്തരവ് പ്രകാരം ED പരാതിക്കാർക്ക് തുക തിരികെ നൽകുന്ന, അതായത് കണ്ടുകെട്ടിയ തുക തിരികെ നൽകാൻ തീരുമാനിച്ചിരുന്നു. ഈ നടപടി ചോദ്യം ചെയ്തുകൂടിയായിരുന്നു ഇത്തരം ഒരു ഹർജി. പ്രത്യേക കോടതി ഉത്തരവ് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിലെ വ്യവസ്ഥകളുടെ ലംഘനമാണെന്നും ഈ ഉത്തരവ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഹർജിക്കാരൻ കോടതിയെ സമീപിച്ചിരുന്നത്. താൻ നേരിട്ട് പണം വാങ്ങിയിട്ടില്ലെന്നും ആരോപിക്കുന്ന കുറ്റം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരില്ല എന്നതുമായിരുന്നു ധർമ്മരാജ് റസാലത്തിന്റെ വാദം. അതോടൊപ്പം തന്നെ കോളേജ് വികസനത്തിനും PTA ഫണ്ടിനുമാണ് കൂടുതൽ തുക വിനിയോഗിച്ചത്. കുറച്ചു പേർക്ക് പണം തിരികെ നൽകുകയും ചെയ്തു. അതേസമയം വൻ തുക വാങ്ങിയതും കെട്ടിട നിർമ്മാണത്തിനും മറ്റും വഴിതിരിച്ചു വിട്ടതും PMLA ആക്ടിന്റെ സെക്ഷൻ 2 ലംഘനമാണ് എന്ന് EDയും കോടതിയിൽ വാദിച്ചിരുന്നു. തുടർന്നാണ് തലവരി പണക്കേസിൽ CSI സഭാമൻ ബിഷപ്പ് ധർമ്മരാജ് റസാലത്തിന് തിരിച്ചടി. ED അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. ഷബ്ന സിയാദാണ് വിശദാംശങ്ങൾ നൽകിയത്.